കലികെട്ടി മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചീനി കപ്പയുടെ വിളവെടുപ്പാണ് പ്രിയ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരു 5 മാസത്തിന് മുമ്പ് ഇതേപോലെയുള്ള ഒരു കപ്പത്തണ്ട് മുറിച്ചെടുത്ത് ആ കപ്പത്തണ്ടിൻ്റെ ഇങ്ങനെ നമ്മൾ സാധാരണ കപ്പത്തണ്ട് ഇങ്ങനെയാണുള്ളത്, പകരം ഇങ്ങനെ ഒരു ചാക്കിനകത്ത് ഫ്ലോട്ടിങ് മിശ്രിതം തയ്യാറാക്കി നട്ടിരുന്നു. അപ്പോൾ ആ ചീനി ഇതാണ് ആ ചീനി. ഈ കപ്പ ഇതിപ്പോൾ നല്ല വിളവായി എന്നറിയാൻ നമുക്ക് കഴിയുന്നത് നോക്കിയാട്ടെ, ഈ കമ്പിൻ്റെ ഇലകൾ മൊത്തവും പൊഴിഞ്ഞ് പോയി. അങ്ങനെ ആകുമ്പോഴാണ് ചീനി വിളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ കപ്പ നമ്മൾ വിളവെടുക്കുകയാണ്. അപ്പോൾ ചാക്കിനകത്താണ്. അപ്പോൾ നമ്മൾ കപ്പ വിളവെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വിളവെടുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതുക്കുകയാണ്. വെള്ളം ഒഴിച്ച് കുതുക്കണം, എങ്കിലേ ഇളവ് വരത്തുള്ളൂ. ചാക്ക് നമുക്ക് അറുത്ത് കണ്ടിക്കണം, എന്നാലും കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ചാക്ക് കണ്ടിക്കാതെ തന്നെ, അറുത്ത് മാറ്റാതെ തന്നെ ഇളകി വരുമോ എന്നുള്ള ഒരു പരീക്ഷണം നോക്കുവാണ്. ചിലപ്പോഴേ വരും, ചിലപ്പോൾ വരത്തില്ല. കാരണം ഈ ചാക്കിൻ്റെ ചാക്ക് തുളച്ച് കിഴങ്ങ് അതിനകത്തോട്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ചാക്കൊന്ന് മുറിച്ച് മാറ്റിയെങ്കിലേ പറ്റൂ. പ്രിയവരെ, നമ്മൾ ആ ചാക്കിനകത്ത് ചീനിക്ക് വിളവെടുത്തു. അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് മുടക്കൊന്നും വന്നില്ല. നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ അല്പം എല്ലുപൊടി ചാരും മാത്രമാണ് ഇട്ടത്. പിന്നെ വേലി കയറാതിരിക്കാൻ വേണ്ടി അല്പം വേപ്പുണ്ടാക്കി വിട്ടായിരുന്നു. അപ്പം ഒരു 4-5 മാസം ആയതേ ഉള്ളൂ. പറയത്തക്ക അധ്വാനമൊന്നുമില്ലാതെ നമുക്ക് ഒരു മൂടി ചെറിയ ചീനിക്ക് വെച്ച് ഇങ്ങനെ ചീവി തട്ടപ്പോൾ ഇത്രയും കിഴങ്ങ് കിട്ടിയപ്പോൾ ചീനിക്ക് നല്ല വിലയാണ്. അപ്പം കപ്പ ഇന്ന് പലർക്കും കഴിക്കാൻ ഭയമാണ്. കാരണം ഷുഗർ പോലെയുള്ള രോഗങ്ങൾ, ദിനചര്യ രോഗങ്ങൾ വരുമെന്നുള്ള ഒരു ഭയം. എന്നാൽ ഞാൻ പറയുന്നു, ഒരു തരത്തിലും കപ്പ കഴിക്കുന്നവർ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ കപ്പ നമുക്ക് നല്ല ഊർജം തരുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള കഴിവ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാവങ്ങളുടെ റൊട്ടി എന്ന പേരിലൊക്കെയാണ് കപ്പ അറിയപ്പെടുന്നത്. ലോകയുദ്ധ സമയങ്ങളിലൊക്കെ കപ്പ കൊണ്ട് മാത്രമാണ് നമ്മൾ കഴിഞ്ഞിരുന്ന കാര്യം നമ്മൾ മറക്കരുത്. കപ്പ കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കപ്പയോടൊപ്പം ചോറൊന്നും കഴിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ആവശ്യമുള്ള കലോറികൾ മൊത്തം ഈ കപ്പയിൽ അടങ്ങിയിട്ടുണ്ട്. കഴിവെങ്കിൽ മീനോ ഇറച്ചിയോ കൂട്ടി നമുക്ക് കപ്പ കഴിക്കാമെങ്കിൽ വളരെ സ്വാദിഷ്ടമായിരിക്കും, ശരീരത്തിന് വളരെ ഗുണപ്രദമായിരിക്കും. അപ്പം പ്രിയപ്പെട്ടവരെ, ഒരു ചാക്കുണ്ടെങ്കിൽ കുറച്ച് മണ്ണും ഒരല്പം ചാരവും ഒരല്പം എല്ലുപൊടിയും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു 10-15 മൂട് ചീനി ഇടാമെങ്കിൽ ഇതിപ്പോൾ ഒരു ചെറിയ കുടുംബത്തിലേക്ക് 2-3 ദിവസത്തേക്കുള്ള ചീനി കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അപ്പം 6 മാസം ചീനിയുണ്ട്, ഒരു വർഷം കൊണ്ട് വിളയുന്ന ചീനിയുണ്ട്, അങ്ങനെ പല ചീനികളുമുണ്ട്. നമുക്കിന്ന് പരീക്ഷിച്ച് നോക്കാം. വലിയ അധ്വാനമില്ല, വലിയ മുതലെടുക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇത്തരം കൃഷി രീതികൾ കാണാനും ഇത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.